വ്ളോഗുമായിട്ട് ഞാൻ പോകുന്നത് കായംകുളത്തേക്കാണ്. കായംകുളത്ത് പുതുപ്പള്ളി എന്നൊരു മനോഹരമായ ഗ്രാമം. അവിടെ വാരണപ്പള്ളി തറവാട്. വാരണപ്പള്ളി തറവാടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വാരണപ്പള്ളി തറവാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ തറവാടിൻ്റെ പ്രത്യേകതകളും ചരിത്രങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ വ്ളോഗ് മുന്നോട്ട് പോകുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമൊക്കെയുള്ള കായംകുളത്തെ വാരണപ്പള്ളി തറവാടാണ്. ഈ തറവാട്ടിലേക്ക് ഞാൻ വരാനുണ്ടായ 2 കാരണങ്ങളിൽ ഒന്ന്, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചിരുന്നു. അതായത് ശ്രീനാരായണ ഗുരു സംസ്കൃതം പഠിക്കാനായി ഇവിടെ അടുത്തുള്ള ചേവണ്ണൂർ ചാവടിയിൽ വന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ അദ്ദേഹം താമസിച്ചത് ഇവിടെയാണ്. ഇവിടെ താമസിച്ച് പഠിച്ചാണ് അദ്ദേഹം സംസ്കൃതം അഭ്യസിച്ചത്. ഈ തറവാട്ടിൽ ഞാൻ വരാൻ 2 കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് ശ്രീനാരായണ ഗുരു ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ തറവാട്ടിൽ കായംകുളം കൊച്ചുണ്ണി മോഷണത്തിന് കയറുകയും അന്ന് മോഷണം നടത്തിയതിൻ്റെ ചില അടയാളങ്ങൾ ഇന്നും ഇവിടെ